പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പുതൂർ തേക്കുവട്ട സ്വദേശി ശാന്തകുമാറാണ് മരിച്ചത്. ശാന്തകുമാറിനെ മണ്ണാർക്കാട് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, എപ്പോഴായിരുന്നു ഈ അപകടം നടന്നത്? ഇപ്പോൾ മരണവാർത്ത പുറത്തു വരികയാണ്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, അല്ലേ ഇക്ബാൽ? അരുൺകുമാർ, താവളം മുള്ളി പാതയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു കാട്ടാന ആക്രമണം ഈ തേക്കുവട്ട സ്വദേശിയായിട്ടുള്ള ശാന്തകുമാറിന് നേരെ ഉണ്ടാവുന്നത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ബൈക്കിൽ വരികയായിരുന്നു ശാന്തകുമാർ. ഇതിനിടയിൽ ഈ ആന ഉള്ള വിവരം അറിയാതെ ഈ ശാന്തകുമാർ ഈ താവളം റോഡിലേക്ക് പ്രവേശിക്കുന്നു. ഇതിനിടയിൽ കാട്ടാന ശാന്തകുമാറിനെയും ബൈക്കിനെയും ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി തന്നെ ശാന്തകുമാറിന് പരിക്കേൽക്കുന്നു. ശബ്ദം കേട്ടാണ് പരിസരവാസികൾ ഓടിയെത്തുന്നത്. പെട്ടെന്ന് തന്നെ ശബ്ദമുണ്ടാക്കി ആനയെ ആ മേഖലയിൽ നിന്ന് മാറ്റുകയും ശാന്തകുമാറിനെ അട്ടപ്പാടിയിൽ തന്നെയുള്ള ആശുപത്രിയിലേക്കാണ് ആദ്യം എത്തിക്കുന്നത്. പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണാർക്കാട് വട്ടമ്പലത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ശാന്തകുമാറിനെ മാറ്റാനുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പോഴേക്കും ശാന്തകുമാറിന്റെ ജീവൻ നഷ്ടമായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ശാന്തകുമാറിന്റെ കാലിന് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് മാറ്റുക. നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മറ്റൊരു കാട്ടാനക്കലിയുടെ വാർത്ത കൂടി ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഇടുക്കി ചിന്നക്കനാലിൽ നിന്ന് വന്ന വാർത്തയാണ്. ഇടുക്കി ചിന്നക്കനാലിൽ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന പന്നിയാർ സ്വദേശിയായ ജോസഫ് വേലുചാമിക്കാണ് ജീവൻ നഷ്ടമായത്.